ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. PSC ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു ചോദ്യപേപ്പറാണ് ഇന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 2025 നടന്ന ഒരു ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 7ാം പട്ടിക എന്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? ലിസ്റ്റുകളെ കുറിച്ചാണ് അല്ലെ. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിലുള്ള നിയമനിർമ്മാണ വിഷയങ്ങളുടെ 3 തലത്തിലുള്ള വിതരണമാണ് ഭരണഘടനയിലെ 7ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ളത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ എന്താണ് ഇവിടെ ആൻസർ? കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിലായിട്ട് നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനമാണ് ലിസ്റ്റ് 7 പരാമർശിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. നോക്കാം. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് ലോറസ് പുരസ്കാരമാണ്. അത് നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് സച്ചിൻ തെണ്ടുൽക്കർ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തിയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി ആര് എന്ന് ചോദിച്ചാലും സച്ചിൻ തെണ്ടുൽക്കർ ആണ്. രണ്ടാമത്തെ ഓപ്ഷനും ശരിയാണ് കേട്ടോ. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം ആരാണ്? രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരവും സച്ചിൻ തെണ്ടുൽക്കർ ആണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ആര് എന്ന് ചോദിച്ചാലും സച്ചിൻ തെണ്ടുൽക്കർ തന്നെയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ആരാണ്? സച്ചിൻ തെണ്ടുൽക്കർ ആണ്. അപ്പൊ 4 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അറിഞ്ഞിരിക്കുക, പഠിച്ചു വെക്കുക കേട്ടോ. 4 സ്റ്റേറ്റ്മെന്റും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ, ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തിയാണ്, രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരമാണ് ഇദ്ദേഹം, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ് സച്ചിൻ തെണ്ടുൽക്കർ. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിലെ ചില പ്രശസ്തമായ കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻസില് കേരള നടനം, യക്ഷഗാനം, ചവിട്ട് നാടകം, കൂടിയാട്ടം എന്നിവയാണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻസ് ഇങ്ങനെ തരുമ്പോൾ മാക്സിമം നമുക്ക് അറിയാവുന്ന ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. അത് വെച്ചിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കുക. അതുപോലെ അറിയാവുന്ന ആൻസേഴ്സ് വെച്ചിട്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുകൂടി നോക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ കൂടിയാട്ടത്തെ കുറിച്ച് ഓൾറെഡി നമ്മൾ ക്ലാസ്സുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂടിയാട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരാണ്? കൂടിയാട്ടത്തിന്റെ കുലപതി അമ്മന്നൂർ മാധവ ചാക്യാരാണ്. കൂടിയാട്ടത്തിന്റെ കുലപതി ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാരാണ്. കൂടിയാട്ടത്തിന്റെ പുരുഷ കഥാപാത്രമാണ് ചാക്യാർ. കൂടിയാട്ടത്തിന്റെ പുരുഷ കഥാപാത്രമാണ് ചാക്യാർ. സ്ത്രീ കഥാപാത്രം നങ്ങ്യാരാണ്. സ്ത്രീ കഥാപാത്രം നങ്ങ്യാരാണ്. ഇത് വേണമെങ്കിൽ മലയാളത്തിന്റെ ചോദ്യമായിട്ട് വന്നേക്കാം. ചാക്യാർ, നങ്ങ്യാർ. പുരുഷ കഥാപാത്രം, കൂടിയാട്ടത്തിന്റെ പുരുഷ കഥാപാത്രം ചാക്യാരാണ്. സ്ത്രീ കഥാപാത്രം നങ്ങ്യാരുമാണെന്ന് അറിഞ്ഞിരിക്കുക. അവിടെ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനിലേക്ക് എത്താം. അതിന്റെ ബാക്കി കൂടി പറയുകയാണെങ്കിൽ കൂടിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന ഒരു കൃതിയുണ്ട്. കൂടിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കൃതിയാണ് നാട്യകൽപദ്രുമം. നാട്യകൽപദ്രുമം എന്ന കൃതി രചിച്ച അദ്ദേഹമാണ് മാണി മാധവ ചാക്യാർ. ഗുരു മാണി മാധവ ചാക്യാറാണ് കൂടിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കൃതിയായ നാട്യകൽപദ്രുമം രചിച്ചത്. നാട്യകൽപദ്രുമം കൂടിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കൃതിയാണ്. ഈ കൃതി രചിച്ചത് മാണി മാധവ ചാക്യാരാണ്.
കൂടിയാട്ടം എന്ന കലാരൂപത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളാണ് ഗുരു മാണി മാധവ ചാക്യാർ. അപ്പോൾ ഓപ്ഷൻ ഡി 3 കണക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കൂടിയാട്ടം ഗുരു മാണി മാധവ ചാക്യാർ ആണ്. അതിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ഓപ്ഷനിൽ 4, 3 ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ബാക്കി നോക്കാം. ചവിട്ട് നാടകം കേരളത്തില് ലാത്തിൻ ക്രൈസ്തവർക്കിടയിലുള്ള ഒരു കലാരൂപമാണ് ഈ ചവിട്ട് നാടകം എന്ന് പറയുന്നത്. ചവിട്ട് നാടകം ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാ? പോർച്ചുഗീസുകാരാണ് കേട്ടോ. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ചവിട്ട് നാടകം കൊണ്ടുവന്നത്. ഈ ചവിട്ട് നാടകത്തിന്റെ മറ്റൊരു പേരാണ് തട്ടുപൊളിപ്പൻ നാടകം എന്നത്. തട്ടുപൊളിപ്പൻ നാടകം, ചവിട്ട് നാടകം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തട്ടുപൊളിപ്പൻ നാടകം. ഓക്കെ, കേരളത്തില് ചവിട്ട് നാടകത്തിന്റെ ആചാര്യൻ എന്നറിയപ്പെടുന്നത് ചിന്നത്തമ്പി അണ്ണാവി അല്ലെങ്കിൽ ചിന്നത്തമ്പി പിള്ളയാണ് കേട്ടോ. ചിന്നത്തമ്പി അണ്ണാവി അല്ലെങ്കിൽ ചിന്നത്തമ്പി പിള്ളയാണ് കേരളത്തിലെ ചവിട്ട് നാടകത്തിന്റെ ആചാര്യൻ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം ആരാണ്? ചിന്നത്തമ്പി പിള്ള അല്ലെങ്കിൽ ചിന്നത്തമ്പി അണ്ണാവി എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ചവിട്ട് നാടകത്തിന്റെ കേരളത്തിലെ ആചാര്യനാണ് ഇദ്ദേഹം. ഓക്കെ, ചവിട്ട് നാടകത്തിന്റെ കേരളത്തിലെ ആദ്യത്തെ ചവിട്ട് നാടകം ഏത് എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. കാറൽമാൻ ചരിതമാണ് കേട്ടോ. കാറൽമാൻ ചരിതമാണ് കേരളത്തിലെ ആദ്യത്തെ ചവിട്ട് നാടകം. കേരളത്തിലെ ആദ്യത്തെ ചവിട്ട് നാടകമാണ് കാറൽമാൻ ചരിതം. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ചവിട്ട് നാടകമാണ് കാറൽമാൻ ചരിതം. ഓക്കെ ആണല്ലോ. അപ്പൊ ചവിട്ട് നാടകത്തിന്റെ കേരളത്തിലെ ആചാര്യൻ ആരാണ്? ചിന്നത്തമ്പി പിള്ള അല്ലെങ്കിൽ ചിന്നത്തമ്പി അണ്ണാവി. ഓക്കെ, ഇനി യക്ഷഗാനം. സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപമാണ് യക്ഷഗാനം. സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? യക്ഷഗാനമാണ്. യക്ഷഗാനത്തിന്റെ പിതാവാണ് പാർത്ഥിസുബ്ബൻ. യക്ഷഗാനത്തിന്റെ പിതാവാരാണ്? പാർത്ഥിസുബ്ബനാണ് കേട്ടോ. യക്ഷഗാനത്തിന്റെ പിതാവ് പാർത്ഥിസുബ്ബനാണ്. ഈ യക്ഷഗാനത്തിന്റെ മറ്റൊരു പേരാണ് ബയലാട്ടം എന്നത് കേട്ടോ. ബയലാട്ടം എന്നത് യക്ഷഗാനത്തിന്റെ മറ്റൊരു പേരാണ്. ബയലാട്ടം എന്നറിയപ്പെടുന്നത് എന്താണ്? യക്ഷഗാനമാണ് കേട്ടോ. സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന യക്ഷഗാനത്തിന്റെ മറ്റൊരു പേരാണ് ബയലാട്ടം. ഓക്കെ, ഇനി കേരള നടനമാണ്. കേരള നടനം ഒരു സർഗാത്മക നൃത്തമാണ്. കേരള നടനത്തിന്റെ സ്രഷ്ടാവാരാണ്? ഗുരു ഗോപിനാഥ് ആണ് കേട്ടോ. ഗുരു ഗോപിനാഥാണ് കേരള നടനം എന്ന കലാരൂപത്തിന്റെ സ്രഷ്ടാവ്. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവാണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക കേട്ടോ. ഇതിനോടൊപ്പം തന്നെ ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം. ഓക്കെ, വട്ടിയൂർക്കാവ്. ഓക്കെ, അപ്പൊ എന്താണ് കേരള നടനം? ഗുരു ഗോപിനാഥ്. യക്ഷഗാനം പാർത്ഥിസുബ്ബൻ. ചവിട്ട് നാടകം ചിന്നത്തമ്പി പിള്ള. കൂടിയാട്ടം ഗുരു മാണി മാധവ ചാക്യാർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ലിഗ്നോസാറ്റ് എന്നത് ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ്. ലിഗ്നോസാറ്റ് എന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ്. അപ്പൊ തിരിച്ചു ചോദ്യം വന്നാലും ആൻസർ അറിയണം. ലോകത്തിലെ തന്നെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹം ഏതാണ്? ലിഗ്നോസാറ്റ് ആണ് കേട്ടോ. ലിഗ്നോസാറ്റ്. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചോദ്യം ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം നിയന്ത്രിക്കുന്ന ഭൂപ്രദേശമായിരിക്കും ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തി. ഇന്ത്യയുടെ ഭരണകൂടം നിയന്ത്രിക്കുന്ന ഭൂപ്രദേശമായിരിക്കും. അവിടെ ആളുകൾക്കും സാധനങ്ങൾക്കും മൂലധനത്തിനും ഒക്കെ യാതൊരുവിധ തടസ്സവുമില്ലാതെ സഞ്ചരിക്കുന്നതിനായിട്ടും സാധിക്കും. ഓക്കെ ആണോ? അപ്പോൾ വ്യോമാതിർത്തി, ജലാതിർത്തി എന്നിവ ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ വരുമോ? ഉറപ്പായിട്ടും വരും. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ വരുന്നതാണ് വ്യോമാതിർത്തി, ജലാതിർത്തി എന്നിവ. മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികളും ഹൈ കമ്മീഷനുകളും. ഇന്ത്യയുടെ എംബസിയും ഹൈക്കമ്മീഷനുകളും മറ്റു രാജ്യത്ത് സ്ഥിതി ചെയ്യുകയാണെങ്കിലും അവിടെ ആരാണ്, ഏത് ഭരണകൂടമാണ് നിയന്ത്രിക്കുന്നത്? ഇന്ത്യൻ ഭരണകൂടം തന്നെയാണ്. അപ്പൊ അതെന്തായാലും സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യക്കകത്തുള്ള രാജ്യത്തിന്റെ എംബസികളും ഹൈക്കമ്മീഷനുകളും, ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിന്റെ എംബസികളും ഹൈക്കമ്മീഷനുകളും ഉൾപ്പെടുമോ?
ഉൾപ്പെടില്ല കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഉൾപ്പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിന്റെ എംബസികളും ഹൈക്കമ്മീഷനുകളും ഉൾപ്പെടുന്നില്ല. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് ഓപ്ഷനും കൂടി നോക്കാം. കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ, ഇതും ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുക. കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകളും ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നു. ഓക്കെ. ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട്. ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും കോഴിക്കോടാണ്. സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ നഗരവും കോഴിക്കോട് തന്നെയാണ് കേട്ടോ. കോഴിക്കോടാണ് ആൻസർ ആയിട്ട് വരുന്നത്. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് കേട്ടോ. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞത്തിന്റെ പേരാണ് തിരികെ സ്കൂളിലേക്ക്. തിരികെ സ്കൂളിലേക്ക്. അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക് എന്നത്. ഓക്കെ. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ശരിയായ ആശയങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുക. എന്താണ് ഗിഗ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഗിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിഗ് എന്ന ഈ ഒരു വാക്കിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നിശ്ചിത സമയത്ത് നിശ്ചിത പ്രതിഫലത്തിനായി ജോലി ചെയ്യുക എന്നതാണ്. നിശ്ചിത സമയത്ത് നിശ്ചിത പ്രതിഫലത്തിനായി ജോലി ചെയ്യുക എന്നതാണ് ഗിഗ് എന്ന ഈ ഒരു വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗിഗ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിക്കൊണ്ട് വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, അതായത് ഈ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഭക്ഷണ വിതരണ ആപ്പുകൾ, അതുപോലെ ഊബർ, ഓല തുടങ്ങിയ ഗതാഗത ആപ്പുകൾ, ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയ ആപ്പുകൾ, ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഗിഗ് തൊഴിലാളികളെ കൊണ്ടാണ്. ഗിഗ് തൊഴിലാളികളെ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ. അപ്പൊ ഗിഗ് പ്ലാറ്റ്ഫോം എന്താണ് എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ. ഇനി നോക്കാം. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. നമ്മൾ പറഞ്ഞു ഗിഗിന്റെ അർത്ഥം എന്താണ്? നിശ്ചിത സമയത്ത് നിശ്ചിത പ്രതിഫലത്തിനായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ഗിഗ് തൊഴിലാളികൾ. താൽക്കാലികമാണ്, സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കേണ്ട തൊഴിലുകളുമാണ്. അപ്പൊ ഇത് ഒന്നാമത്തേത് ശരിയായിട്ട്, രണ്ടാമത്തെ ഓപ്ഷൻ ശരിയായിട്ടുള്ളതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ് കേട്ടോ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. സ്വിഗ്ഗി ഓടുന്നവരെയൊക്കെ കണ്ടിട്ടില്ലേ? ഒരേ സമയം തന്നെ ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നു എന്നതും ഗിഗ് പ്ലാറ്റ്ഫോമിന്റെ ശരിയായിട്ടുള്ള ഒരു ആശയമാണ്. ഓക്കെ. അപ്പൊ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ശരിയായവയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 2ഉം 3ഉമാണ്. ഓക്കെ. ഒന്നാമത്തേത് എന്താ തെറ്റിയത്? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുമെന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് സാധിക്കുന്നില്ല എന്നാണ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത്. അത് തെറ്റാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താണ്? രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം എന്നത്. ഗണതന്ത്ര മണ്ഡപം എന്നതാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര്. ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. 2024 തന്നെ പ്രമേയങ്ങളാണ് 4 ഓപ്ഷനിലും തന്നിട്ടുള്ളത്. നോക്കാം. കേരള വിനോദസഞ്ചാര ദിനം 2024 പ്രമേയം, അതുപോലെ കേരള വിനോദസഞ്ചാരത്തിന്റെ 2024 പ്രമേയം, രണ്ടും ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക. കേരള വിനോദസഞ്ചാര ദിനം 2024 തീം എന്താണ്?
സുസ്ഥിര യാത്രകൾ കാലാതീതമായ ഓർമ്മകൾ എന്നതാണ് കേട്ടോ. കേരള വിനോദസഞ്ചാര ദിനത്തിന്റെ 2024 ആശയം അല്ലെങ്കിൽ പ്രമേയം അല്ലെങ്കിൽ തീം എന്നത് സുസ്ഥിര യാത്രകൾ കാലാതീതമായ ഓർമ്മകൾ എന്നതാണ്. സുസ്ഥിര യാത്രകൾ കാലാതീതമായ ഓർമ്മകൾ. കേരള വിനോദസഞ്ചാര ദിനം 2024 പ്രമേയം സുസ്ഥിര യാത്രകൾ കാലാതീതമായ ഓർമ്മകൾ എന്നതാണ്. കേരള വിനോദസഞ്ചാരം 2024 പ്രമേയം എന്താണ്, ആശയം എന്താണ് പറയുന്നത്? വൃത്തിയുള്ളതും പച്ചപ്പുള്ളതും എന്നതാണ് കേട്ടോ. കേരള വിനോദസഞ്ചാരം 2024 പ്രമേയം വൃത്തിയുള്ളതും പച്ചപ്പുള്ളതും എന്നതാണ്. വൃത്തിയുള്ളതും പച്ചപ്പുള്ളതും. UNEP-യുടെ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ 2024 പ്രമേയം എന്നത് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്നതാണ്. നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി. അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ എന്നതാണ് UNEP-യുടെ 2024 പ്രമേയം. ലോക വിനോദസഞ്ചാര ദിനം 2024 പ്രമേയം എന്നത് വിനോദസഞ്ചാരവും സമാധാനവും എന്നതാണ്. വിനോദസഞ്ചാരവും സമാധാനവും എന്നതാണ് ലോക വിനോദസഞ്ചാര ദിനം 2024 പ്രമേയം. വിനോദസഞ്ചാരവും സമാധാനവും. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? 5 നദികളാണ് സിന്ധു നദിയുടെ പോഷക നദികളായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നതാണ്. ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് സിന്ധു നദിയുടെ പോഷക നദികൾ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ കണ്ടോ, കോസി തന്നിട്ടുണ്ട്. ഇവിടെ ഏതാണ്? തീസ്ത തന്നിട്ടുണ്ട്. അതുപോലെ സോണും തന്നിട്ടുണ്ട്. ഇതില് സോണും കോസിയും ഗംഗാ നദിയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. ടീസ്റ്റ എന്നത് ബ്രഹ്മപുത്ര നദിയുടെ ട്രിബ്യൂട്ടറി ആണ് കേട്ടോ. ബാക്കി എല്ലാം തന്നെ സിന്ധു നദിയുടേതാണ്. ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ സിന്ധു നദിയുടെ പോഷക നദികളാണ്. കോസി, സോൺ എന്നിവ ഗംഗാ നദിയുടെ പോഷക നദികളും ടീസ്റ്റ എന്നത് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയുമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ്? റാബി വിളയുടെ ശരിയായ വിളയിറക്കൽ കാലം നവംബർ മധ്യമാണ്. നവംബർ മധ്യത്തിലാണ് റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? നമ്മൾ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈ ആണ് കേട്ടോ. മുംബൈ ആണ്. അടുത്ത ചോദ്യം, 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? SCERT ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായി 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ 1962 UK-യുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു എന്നത്. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചിട്ടുള്ള 2 ഇരുമ്പുരുക്ക് ശാലയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായിയും അതുപോലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോയും റഷ്യയുടെ സഹായത്തോടെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായി, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ എന്നിവയാണ് ആരംഭിച്ചിട്ടുള്ളത്. 1959 ജർമ്മനിയുടെ സഹായത്തോടെ റൂർക്കേലയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. ഒഡീഷയിലാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ് ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ്. 1962 UK-യുടെ സഹായത്തോടെ ആരംഭിച്ചിട്ടുള്ളതാണ് ദുർഗാപൂരിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ ആരംഭിച്ചത് UK-യുടെ സാങ്കേതിക സഹായത്തോടെയാണ്. അപ്പൊ ആൻസർ എന്താന്ന് കിട്ടിയല്ലോ. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല.
ഇതിൽ ഭിലായി, ബൊക്കാറോ എന്നിവ റഷ്യയും ദുർഗാപൂർ UK-യുമാണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. ഓക്കെ ആണല്ലോ. ഇനി ഇന്ത്യയുടെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെയെല്ലാം ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന റോഡ്. ഓക്കെ ആണല്ലോ. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിട്ടുള്ളത്? 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിട്ടുള്ളത്? തൊവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നിവയാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. തൊവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. തൊവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നിവയാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത താലൂക്കുകൾ. ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്നതാണ് DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്നത് ഡോക്ടർ മുതലിയാർ കമ്മീഷനിലാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഡോക്ടർ മുതലിയാർ കമ്മീഷനാണ്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നിവയെല്ലാം തന്നെ ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടുന്നതാണ്. SCERT ടെക്സ്റ്റിൽ ഇതേപടി തന്നെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചതുമാണ് അല്ലെ. അപ്പോൾ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? കേരളത്തിലെ പറവൂരാണ് കേട്ടോ. കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. പറവൂരാണ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നവയിൽ ഏതാണ്? തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണ് ലിഗ്നൈറ്റ് എന്നത്. ലിഗ്നൈറ്റ് അപ്പോൾ ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണെന്ന് അറിഞ്ഞിരിക്കണം. തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ് ലഭിക്കുന്നത് എന്നും അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ലിഗ്നൈറ്റ് ആണ്. തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചേക്കാം, ഓർത്തിരിക്കുക കേട്ടോ. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. നമ്മളോട് തെറ്റാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ഒന്നാമത്തേത് വാഗ്ഭടാനന്ദൻ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ആത്മവിദ്യാസംഘമാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. അപ്പൊ ഒന്നാമത്തേത് ശരിയാണ്. VT ഭട്ടതിരിപ്പാട് രൂപം നൽകിയ പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ എന്നത്. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, അതും ശരിയായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കുമാരഗുരുദേവൻ രൂപം നൽകിയ പ്രസ്ഥാനം ഏതാണ്? കുമാരഗുരുദേവൻ രൂപം നൽകിയ പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നത്. ഇവിടെ തന്നിട്ടുള്ളത് സമത്വ സമാജമാണ്. സമത്വ സമാജം ആരാ സ്ഥാപിച്ചത്? വൈകുണ്ഠസ്വാമികളല്ലേ? അതെ, വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് സമത്വ സമാജം എന്നത്. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. കുമാരഗുരുദേവൻ സ്ഥാപിച്ചത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ്. സമത്വ സമാജം സ്ഥാപിച്ചിട്ടുള്ളത് വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ. അപ്പൊ മൂന്നാമത്തേതാണ് തെറ്റിയിട്ടുള്ളത്. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് അരയ സമാജം എന്നത്. അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ, പണ്ഡിറ്റ് KP കറുപ്പൻ
അരയർ സമാജം. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആനി ബസന്റ് ആണ് കേട്ടോ. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബസന്റ്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് 1922 നടന്ന ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തിവെക്കുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആരാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമനാണ്. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വതന്ത്ര സമര സേനാനി ആരാണ്? ലോകമാന്യ തിലക്. ആരാണ്? ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകനാണ് ലോകമാന്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകനാണ് അബനീന്ദ്രനാഥ ടാഗോർ. അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം ഏതാണ്? ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപമാണ് നീതി ആയോഗ് അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നത്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ്? ദാദാബായ് നവറോജി ആണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് അദ്ദേഹം ഡ്രെയിൻ ബ്രെയിൻ തിയറി ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. രാജാറാം മോഹൻ റോയ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഒരുപാട് തവണ നമ്മൾ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ പഠിച്ചതാണ്. ഫസൽ അലിയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം? തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1936 ആണ് കേട്ടോ. 1936. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എയിൽ പറഞ്ഞ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21A പരാമർശിക്കുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നത് ആർട്ടിക്കിൾ 29, 30 എന്നിവയിലാണ്. ക്ലിയർ ആണോ? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21A പരാമർശിക്കുന്നു. എന്നാൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 29, 30 എന്നിങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഉൾപ്പെടാത്തതാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. അടുത്ത ചോദ്യം, അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് എന്താണ്? അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥ എന്ന് പറയുന്നത് പ്രസിഡന്റ് രാഷ്ട്രത്തലവനായിരിക്കും. എന്നാൽ ഭരണത്തലവൻ ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും കേട്ടോ. പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ഭരണത്തലവൻ. രാഷ്ട്രത്തലവൻ പക്ഷെ പ്രസിഡന്റ് ആയിരിക്കും.
പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും നിയമനിർമ്മാണത്തോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. ഇത് ഇതിന്റെ മറ്റൊരു സവിശേഷതയാണ്. പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. എന്നാൽ അതുപോലെ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അതുകൂടാതെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നതിനായിട്ട് അധികാരവും അർദ്ധ പ്രസിഡൻഷ്യലിൽ പറയുന്നുണ്ട്. പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരം എവിടെയുണ്ട്? അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയിൽ ഉണ്ട്. കൂട്ടായൊരു നേതൃത്വമാണ് ഇവര് ഉദ്ദേശിക്കുന്നത്. അതായത് കൂട്ടായ നേതൃത്വം എന്ന തത്വത്തിൽ അടിസ്ഥാനമാക്കിയാണ് അർദ്ധ പ്രസിഡൻഷ്യൽ സംവിധാനം വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് ഫ്രാൻസ്, റഷ്യ, ശ്രീലങ്ക എന്നിവ. ഫ്രാൻസ്, റഷ്യ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ അർദ്ധ പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. ശ്രീലങ്ക. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം 51 ക്ലോസ് 4 ആണ് കേട്ടോ. അനുച്ഛേദം 51 ക്ലോസ് 4. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം അതുപോലെ ഭത്ത എന്നിവ പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 97 ആണ്. ആർട്ടിക്കിൾ 97 രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ഭത്ത എന്നിവയെ കുറിച്ച് പരാമർശിക്കുന്നത്. ആർട്ടിക്കിൾ 97 ആർട്ടിക്കിൾ 97. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.